ആർട്ലിസ്മിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അവിഗ്ന. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റിയലിസ്റ്റിക് പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പം ഈ വീഡിയോ എന്നോട് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അത് അത്രയും ഡിലേ ആക്കിയാൽ ഐ എം സോ സോറി. അത് മനഃപൂർവ്വം ചെയ്തതല്ല. ഞാൻ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കുറേ അധികം റിക്വസ്റ്റുകൾ വരുന്നതിനെ കൊണ്ട് 1 by 1 ആയിട്ട് കൺസിഡർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഫാമിലിയിലേക്ക് പുതിയതായിട്ട് വന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ചാനലിൽ ഓൾറെഡി കുറേ വാട്ടർ കളർ പെയിൻറ്റിങ്, ആക്രിലിക് പെയിൻറ്റിങ്, കുറച്ച് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടു നോക്കുക. അപ്പം നമുക്ക് ഈ വീഡിയോ നോക്കാം. അപ്പോൾ റിയലിസ്റ്റിക് പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബേസിക് ആയിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടൊരു റെഫറൻസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ റെഫറൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ ഒക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ സെൽഫായിട്ട് പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ റെഫറൻസ് അല്ലെങ്കിൽ അത് സ്റ്റഡി ചെയ്യുക എന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾ കണ്ടു നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ കാര്യമായിട്ട് സ്റ്റഡി ചെയ്യണമെന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒബ്ജക്റ്റിന് അതേപോലെ ഡിക്റ്റോ റിയലിസ്റ്റിക് ആയിട്ട് ഡിക്റ്റോ ആയിട്ട് ചെയ്യണ്ടേ. അപ്പം അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഒബ്ജക്റ്റിൽ വരുന്ന ഏതൊക്കെ കളേഴ്സാണ്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഷെയ്ഡ്സ് വരുന്നതെന്നൊക്കെ ഒരു നല്ലൊരു ഐഡിയ ഉണ്ടാവണം. അപ്പം അങ്ങനെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒബ്ജക്റ്റിനെ പറ്റിയിട്ട് നല്ലോണം പഠിക്കണം. ഇനിയിപ്പോൾ ഒബ്ജക്റ്റ് പോട്ടെ, നമ്മളൊരു ലാൻഡ്സ്കേപ്പ് എടുക്കുകയാണെങ്കിൽ ആ ലാൻഡ്സ്കേപ്പിൽ മൊത്തത്തിൽ ഏതൊക്കെ കളേഴ്സാണ് വരുന്നത്, എങ്ങനെയൊക്കെയാണ് ലൈറ്റ് ഷെയ്ഡ്സ് വരുന്നത് എന്നൊക്കെ ഒരു നല്ല ഐഡിയ ഉണ്ടാവണമെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി പഠിച്ചെങ്കിലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പം ബിഗ്നേഴ്സ് ആണെങ്കിൽ എസ്പെഷ്യലി നിങ്ങൾ ഒരുപാട് റെഫർ ചെയ്യുക, അതിനെ പറ്റിയിട്ട് നല്ലോണം മനസ്സിലാക്കുക എങ്ങനെയൊക്കെയാണ് ലൈറ്റും ഷെയ്ഡ്സും അതിൻ്റെ ടെക്സ്ചറും വരുന്നതെന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിയലിസ്റ്റിക് പെയിൻറ്റിങ്ങിൽ ബിഗ്നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആക്ച്വൽ റെഫറൻസ് നമ്മളെ കയ്യിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇമാജിൻ ചെയ്യുന്ന തെറ്റാണെന്ന് ഞാൻ പറയില്ല. പക്ഷെ നമ്മൾ ഏറ്റവും ഭയങ്കര ഒരു ബിഗ്നർ ലെവലിൽ നമ്മൾ ചിലപ്പം അങ്ങനെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ടാസ്ക് ആയിരിക്കും, പറ്റാതെ വന്നെന്ന് വരും. അപ്പം അങ്ങനെ വന്നിട്ട് മുഷിഞ്ഞ് അല്ലെങ്കിൽ ഒരു മടുപ്പ് തോന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അല്ലെങ്കിൽ ആദ്യത്തെ കുറച്ച് റിയലിസ്റ്റിക് പെയിൻറ്റിങ്സ് ചെയ്യുമ്പം അതിന് കറക്റ്റ് റെഫറൻസ് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ചെയ്യുക. അതായത് നിങ്ങൾ റെഫറൻസിന് അതേപോലെ ക്രിയേറ്റ് ചെയ്യുക. പഠിക്കുന്ന ഒരു സ്റ്റേജ് ആകുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ. ഇത് പഠിച്ച് നിങ്ങളൊരു സെറ്റായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നിങ്ങൾ ഇമാജിനേഷനോ ക്രിയേഷനോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാം. ഇത് ഫസ്റ്റ് ആ ഒരു ഇൻട്രസ്റ്റ് പോക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് അതിന് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ്. നമുക്ക് ലൈറ്റും ഷെയ്ഡ്സും ടോൺസും ഒക്കെ കമ്പയർ ചെയ്യാനും ഒക്കെ കുറച്ച് നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിയലിസ്റ്റിക് പെയിൻറ്റിങ് ചെയ്യണമെങ്കിൽ നമുക്ക് കളർ മിക്സിങ്ങിനെ പറ്റി നല്ലൊരു ഐഡിയ ഉണ്ടാവണം. അപ്പോൾ അതായത് ഒരു പെയിൻറ്റിങ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഒരു കളറോ 2 കളറോ അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് വാങ്ങുന്ന ട്യൂബ്സിലുള്ള കളറോ മാത്രമായിരിക്കില്ല നമ്മൾ യൂസ് ചെയ്യുക. നമുക്ക് ഒരുപാട് കളർ റേഞ്ചുകൾ ആവശ്യമുണ്ടാവും. അപ്പോൾ നമ്മളൊരു മരം ചെയ്യുകയാണെങ്കിൽ മരത്തിൻ്റെ ബാർക്കിൻ്റെ ചിലപ്പം 1-2 ഷെയ്ഡ്സ് ആയിരിക്കില്ല, ഒരുപാട് അധികം മിക്സ്ഡ് ഷെയ്ഡ്സ് ഉണ്ടാവും. അതായത് നമ്മൾ മിക്സ് ചെയ്ത് കിട്ടുന്ന കുറേ ഷെയ്ഡ്സ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഷെയ്ഡ്സ് മിക്സ് ചെയ്യാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ ചെയ്താലേ നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിനുള്ള കളർ മിക്സിങ്ങിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഓൾറെഡി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. അതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം കളർ മിക്സിംഗ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വാട്ടർ കളറും ആക്രിലിക്കുമാണ് ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാട്ടർ കളർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈറ്റ് ഷെയ്ഡ് കിട്ടണമെങ്കിൽ അതിനകത്ത് വെള്ളം കൂട്ടിയിട്ട് നമുക്ക് ലൈറ്റ് ടോൺസ് കിട്ടും. ആക്രിലിക് ആണെങ്കിൽ നമ്മൾ ഡിഫറെൻറ്റ് ടോൺസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ വൈറ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ലൈറ്റ് ടോൺസ് കിട്ടും. ആ ഒരു രീതി. പിന്നെ നാലാമത്തായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ആൻഡ് ഷാഡോ. അതായത് നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ വരയ്ക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഫോട്ടോ, ഇപ്പോൾ എൻ്റെ ഫോട്ടോ എന്നെ വരയ്ക്കുകയാണെന്ന് വിചാരിക്കുക, എന്നെ വരയ്ക്കാനല്ല പോർട്രേറ്റ് അല്ലെങ്കിൽ ഇതിങ്ങനെയൊക്കെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് വീഴുന്ന ലൈറ്റിൻ്റെ ഡയറക്ഷൻ നോക്കണം. അപ്പം ഞാനിങ്ങനെ ഇരിക്കുന്ന ഫോട്ടോ ആണ് എടുത്തതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ എൻ്റെ മുഖത്തേക്ക് ലൈറ്റ് വരുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻ്റെ ഈ സൈഡ് നാച്ചുറലി ലൈറ്റും ഈ സൈഡ് കുറച്ച് ഡാർക്കും ആയിരിക്കും. ഇനി ഫ്രണ്ടിൽ നിന്നാണ് ലൈറ്റ് വരുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരേപോലെ ഒരേ ഷെയ്ഡ് ആയിരിക്കും, വലിയ വ്യത്യാസം ഉണ്ടാവില്ല. ഇനി ഇവിടെ നിന്നാണ് ലൈറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ലൈറ്റും ഇവിടെ ഡാർക്കും ആയിരിക്കും. ടോപ്പിൽ നിന്നാണ് ലൈറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിൽ ഡാർക്കും ഇവിടെ ലൈറ്റും ആയിരിക്കും. ആ ഒരു ഇതിലാണ് ലൈറ്റ് ആൻഡ് ഷാഡോ വരുന്നത്. അപ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റിന് ഭയങ്കര ലൈഫ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലൈറ്റ് ആൻഡ് ഷാഡോ കൺസിഡർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു ഫോറസ്റ്റിൻ്റെ പെയിൻറ്റിങ്ങാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ ആ ഒരു പെയിൻറ്റിങ് കുറച്ചും കൂടി ലൈഫും ഡെപ്തും കൊടുക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ ലൈറ്റ് ആൻഡ് ഷാഡോ കൺസിഡർ ചെയ്യണം. അതായത് നമ്മൾ മരത്തിൻ്റെ ഇപ്പോൾ ലൈറ്റ് വീഴുന്ന ഈ സൈഡിൽ നിന്നാണെങ്കിൽ ഈ സൈഡിൽ മരത്തിന് ലൈറ്റ് ടോൺസ് കൊടുക്കണം, ഇവിടെ ഡാർക്ക് ടോൺസ് കൊടുക്കണം. അപ്പോൾ അതിന് കുറച്ചും കൂടി ഒരു റിയലിസ്റ്റിക് ഒരു 3D പോയിന്റ് വ്യൂ കിട്ടും.
ലൈറ്റ് ഇങ്ങനെ വീഴുന്നു എന്നുള്ളതിൻ്റെ. അത് കഴിഞ്ഞാൽ അതിനൊരു ഷാഡോ ഉണ്ടാവും ഗ്രൗണ്ടിലേക്ക് വരുന്നത്. അപ്പം അതിനും കൂടി കൊടുത്തെങ്കിൽ നമ്മൾ ആ ഒരു പെയിൻറ്റിങ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു പെയിൻറ്റിങ്ങിന് ഇങ്ങനെ ലൈഫ് കൊടുത്തുകൊണ്ട് വരുന്നത്. അതായത് നമ്മൾ അതിൻ്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ശരിക്കും ആക്ച്വൽ കുറച്ച് പോയിന്റ്സ് കൺസിഡർ ചെയ്തിട്ട് അതിന് ആ എലിമെന്റ്സ് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്ത്, ചിലപ്പോൾ നമ്മൾ മിസ് ഔട്ട് ചെയ്യുന്ന പോയിന്റ്സ് ആയിരിക്കും, പക്ഷേ ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്ത് പെയിൻറ്റ് ചെയ്തെങ്കിൽ ആ പെയിൻറ്റിങ് റിയലിസ്റ്റിക് ആവും. അപ്പോൾ ലൈറ്റ് ആൻഡ് ഷാഡോ എങ്ങനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ലൈറ്റ് ഷാഡോ മൂവ് ചെയ്യാന്നുള്ളതൊക്കെ ഉള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണാൻ, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. അഞ്ചാമത്തെ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നീക്സ്, അതായത് റിയലിസ്റ്റിക് പെയിന്റിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി ലെയറിംഗ് ടെക്നീക്ക് യൂസ് ചെയ്തത്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ഒരു കളിയുമില്ല. നമ്മൾ ലെയറിംഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു പെയിന്റിങ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ റിയലിസ്റ്റിക് ആക്കി എടുത്തു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലെയറിംഗ് ടെക്നീക്സ് യൂസ് ചെയ്യുന്നതിനെ കൊണ്ട് തന്നെ റിയലിസ്റ്റിക് പെയിന്റിങ് ചെയ്യാൻ കുറച്ചധികം ടൈം എടുക്കും. കാരണം ഒരു ലെയർ നല്ലപോലെ ഡ്രൈ ആയതിനു ശേഷമേ നമുക്ക് അടുത്ത ലെയർ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ലെയറോ 2 ലെയറിലോ ചിലപ്പോൾ ഒതുക്കാൻ പറ്റിയെന്ന് വരില്ല, നമുക്ക് കുറേ അധികം ലെയർസ് കൊടുക്കേണ്ടിയും വരും. അപ്പോൾ നമ്മൾ വാട്ടർ കളർ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈറ്റ് ടു ഡാർക്ക് ആണ് ചെയ്യുക. ഞാൻ നിങ്ങളോട് എപ്പോഴും പറഞ്ഞു തരാറുണ്ട്, നമ്മൾ വാട്ടർ കളർ ചെയ്യുമ്പം നമുക്ക് ലൈറ്റ് ടു ഡാർക്ക് ആണ് പെയിൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതായത് റിയലിസ്റ്റിക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഇതിൻ്റെ ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് നമ്മൾ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓരോ ഡാർക്ക് ടോൺസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ കാണുന്ന പോലത്തെ ഈ ബേർഡിൻ്റെ ഫെദേഴ്സ് ഒക്കെ ചെയ്യാനാണെങ്കിൽ നമ്മൾ ആ ഷേപ്സ് ജസ്റ്റ് സ്ട്രോക്ക് പോലെ വരച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പം നമ്മളൊരു ഒബ്ജക്റ്റിനെ എത്രത്തോളം ഡീറ്റെയിൽ ചെയ്യുന്നത്, അതായത് അതിനകത്ത് മൈന്യൂട്ടായിട്ട് നമ്മളൊരു ഫോട്ടോ എടുത്ത് അതിന് ജസ്റ്റ് സൂം ചെയ്തിട്ട് നമുക്ക് കാണുന്ന ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എത്രത്തോളം ആഡ് ചെയ്യുമ്പോൾ അത്രയും റിയലിസ്റ്റിക് ആയിട്ട് വരും. ഇപ്പം ഞാൻ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തരാണെങ്കിൽ നിങ്ങൾ കണ്ടോ, ദൂരെ നിന്ന് നിങ്ങൾക്ക് അതൊരു ഫെദേഴ്സ് ഒക്കെ ആയിട്ട് തോന്നി, പക്ഷെ അടുത്ത് വരുമ്പോൾ അത് ജസ്റ്റ് സ്ട്രോക്സ് ആണ്, ബ്രഷ് കൊണ്ട് നമ്മൾ വരച്ചിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇനി നമുക്ക് ആക്രിലിക്കിൻ്റെ അത് കൺസിഡർ ചെയ്യാം. ആക്രിലിക് പെയിന്റ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡാർക്ക് ടു ലൈറ്റും ചെയ്യാം, ലൈറ്റ് ടു ഡാർക്കും ചെയ്യാം. അത് നമുക്ക് കിട്ടേണ്ട ഒബ്ജക്റ്റ് അനുസരിച്ചിരിക്കും. മോസ്റ്റ്ലി ഡാർക്ക് ടു ലൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്, കാരണം ഒരു ലെയർ ഉണങ്ങി കഴിഞ്ഞാൽ അടുത്ത ലെയർ കൊടുക്കുമ്പോൾ അത് നമ്മുടെ കൂടെ പോരില്ല. അതേപോലെ അടുത്ത ലെയർ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് എടുത്ത് നിൽക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഡാർക്ക് ടു ലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുക. അപ്പം ഡാർക്ക് ടു ലൈറ്റ് ചെയ്യുക, ഇപ്പം നമ്മളൊരു ഗ്രാസ് ചെയ്യാന്ന് വിചാരിക്കും. ഇപ്പം ഗ്രാസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഒരു ഡാർക്ക് ഗ്രീൻ കോട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ജസ്റ്റ് ലൈറ്റ് ടോൺസ് കൊണ്ട് സ്ട്രോക്സ് കൊടുക്കും. പിന്നെ നമ്മൾ അതിൻ്റെ ജസ്റ്റ് ഒരു ലൈറ്റ് ടോൺ കൊണ്ട് വീണ്ടും സ്ട്രോക്സ് കൊടുക്കും. പിന്നെ ഹൈലൈറ്റ് പോലെ വൈറ്റ് കൊണ്ട് സ്ട്രോക്സ് കൊടുക്കും. ഇങ്ങനെയാണ് നമ്മളൊരു സാധനത്തിന് ഒരു ഒബ്ജക്റ്റിനെ റിയലിസ്റ്റിക് ആക്കി എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണുന്ന പെയിന്റിങ്, ഇത് നിങ്ങൾ ജസ്റ്റ് സൂം ചെയ്തൊക്കെ കണ്ടോ, കുറേ പാച്ചസും കുറേ ലൈൻസും ഒക്കെ വെച്ചിട്ടാണ് നമ്മളതിനെ റിയലിസ്റ്റിക് ആക്കി എടുക്കുന്നത്. അപ്പോൾ ദൂരത്ത് നോക്കുമ്പോൾ അത് റിയലിസ്റ്റിക് ആണെങ്കിൽ അടുത്ത് നോക്കുമ്പോൾ ജസ്റ്റ് അത് കുറേ പോയിന്റുകൾ അല്ലെങ്കിൽ സ്ട്രോക്സ് കൂടിയിട്ട് പാച്ചസ് കൂടിയിട്ടാണ് നമ്മളൊരു റിയലിസ്റ്റിക് പെയിന്റിങ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് അറിയേണ്ട കുറച്ച് ഐഡിയാസ്. ഒരു റിയലിസ്റ്റിക് പെയിന്റിങ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഐഡിയ വേണമല്ലോ എന്തൊക്കെയാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഈ ബേസിക്സ് ഒക്കെ നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും റിയലിസ്റ്റിക് പെയിന്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ റിയലിസ്റ്റിക് പെയിന്റിങ് സെഷൻസും ട്യൂട്ടോറിയൽസും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ടാറ്റാ ബൈ.